ഇത് മെയ് മാസമാണല്ലോ. മൺസൂണിന് തൊട്ട് മുമ്പ് കുറച്ച് വേനൽ മഴയൊക്കെ നമുക്ക് കിട്ടി. ഈ സമയത്ത് മാത്രം ആക്റ്റീവ് ആകുന്ന, അല്ലാത്ത സമയത്തൊക്കെ മണ്ണിനടിയിൽ കഴിയുന്ന പർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ പാതാള തവള എന്ന തവളയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. പർപ്പിൾ ഫ്രോഗിന് പാതാള തവള എന്നാണ് മലയാളത്തിലുള്ള പേര്. പക്ഷേ ഈ തവള കാണുന്ന സ്ഥലത്തൊക്കെ നാട്ടുകാർ വിളിക്കുന്ന കുറേ പേരുകളുണ്ട്. ഇവയെ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇതിന് പതാളെന്നും കുറുവനെന്നുമാണ് സാധാരണ നാട്ടുകാർക്ക് വിളിക്കുന്നത്. പതാളിന് ഫിമെയിൽ തവളയ്ക്കാണ് ഇവർ പതാൾ എന്ന് വിളിക്കുന്നത്. കുറുവൻ എന്ന് പറയുന്നത് ആൺ തവളയ്ക്കാണ്. കുറുകുറു എന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറുവൻ എന്ന് വിളിക്കുന്നത്. പതാൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാതാളത്തിൽ മണ്ണിനടിയിൽ നിന്ന് വെളിയിൽ വരുന്നതുകൊണ്ടാണ് ഇതിന് പതാളിന് പേര് വരാനായിട്ട് കാര്യം. വേറൊരു കാര്യം, ലോകത്തിലൊരു പക്ഷേ ആൺ തവളയ്ക്കും പെൺ തവളയ്ക്കും പേരുകളുള്ള ഒരേ ഒരു തവള ഈ പർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ പാതാള തവളയായിരിക്കും. ഈ ആൺ തവള കുറുകുറുന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ ഫിമെയിലും സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്ന തവളകളിൽ ഫിമെയിൽ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരേ ഒരു തവള ഈ പർപ്പിൾ ഫ്രോഗ് ആയിരിക്കും. പേര് പോലെ തന്നെ ഇവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയം ഇവർ മണ്ണിനടിയിലാണ് താമസിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ വരാം. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നാസിക്ക ബെട്രാക്കസ് സഹിയാദ്രിയൻസിസ് ആണ് ഇതിന്റെ പേര്. ഈ തവളയെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പർപ്പിൾ കളർന്ന ചാര നിറത്തിലാണ് ഇത് ഇരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ മുതൽ 7 സെൻറ്റിമീറ്റർ വരെ വലുപ്പം വെക്കുന്നതാണ്. ആൺ തവളയ്ക്ക് വലുപ്പക്കുറവും പെൺ തവളയ്ക്ക് അത്യാവശ്യം നല്ല വലുപ്പം കൂടുതലുമുള്ള ഒരു തവളയാണിത്. ഇതിൻ്റെ കൈകാലുകൾ വളരെ കുറുകിയതാണ്. എന്ന് പറഞ്ഞാൽ ഇതിനധികം ചാടാനൊന്നും പറ്റത്തില്ല. നമ്മൾ കാണുന്ന സമയത്തൊക്കെ നിലത്തൂടെ ഇങ്ങനെ പെട്ടെന്ന് എഴഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ തവളകൾ പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് നല്ല ചെറിയ തലയാണുള്ളത്. അതുപോലെ നല്ല പോയിന്റഡ് ആയിട്ടുള്ള മുഖമാണുള്ളത്. സ്നൗട്ട് ഇങ്ങനെ നല്ല പോയിന്റഡ് ആയിട്ടിരിക്കും. വളരെ ചെറിയ കണ്ണുകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ മുഖം ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഒരു മുഖമാണുള്ളത്. പന്നികളുടെ മുഖം മൂലം കൂർത്തിരിക്കുന്നതുകൊണ്ട് ഇതിനെ പന്നിമൂക്കൻ തവള എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പിഗ്നോസ്ഡ് ഫ്രോഗ് എന്നും വിളിക്കാറുണ്ട്. ഇത് പിന്നെ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് നല്ല വീർത്തിരിക്കുന്ന ഒരു തവളയാണ് ഈ പർപ്പിൾ ഫ്രോഗ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കണ്ടാൽ നല്ല പർപ്പിൾ പോലുള്ള ചാരനിറവും കുറുകിയ കൈകളും കാലുകളും വളരെ ചെറിയ കണ്ണുകളും കൂർത്തിരിക്കുന്ന മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ പർപ്പിൾ ഫ്രോഗിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ തവളയ്ക്ക് അധികം ഒന്നും ചാടാൻ പറ്റില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ ഇവർക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഇവർക്ക് മണ്ണിനടിയിലോട്ട് എളുപ്പത്തിൽ കുഴിച്ചു പോകാനായിട്ട് സാധിക്കും. ഇവരുടെ പിൻകാലുകളിലായിട്ട് മൺകോരി അല്ലെങ്കിൽ ഷവൽ പോലൊരു സംവിധാനമുണ്ട്. അത് വെച്ചിട്ട് ഇവർക്ക് പെട്ടെന്ന് മണ്ണിനടിയിലോട്ട് കുഴിച്ചു പോകാനായിട്ട് ഇവർക്ക് സാധിക്കും. ഡിഗിങ് അപ്പാരറ്റസ് എന്നാണ് ഇതിന് പറയുന്നത്. ചില സമയങ്ങളിലൊക്കെ ഇവർ 4-5 മീറ്ററൊക്കെ മണ്ണിനടിയിലോട്ട് കുഴിച്ച് പോകാനായിട്ട് ഇവർക്ക് കഴിയും. ചില സമയത്തൊക്കെ ആൾക്കാരൊക്കെ വലിയ കിണറൊക്കെ കുഴിക്കുന്ന സമയത്ത് അങ്ങ് താഴെ കുഴിച്ച് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്നൊക്കെ ഈ തവളെ കിട്ടിയതായിട്ട് പലപ്പോഴും റെക്കോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മണ്ണിനടിയിൽ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരിങ്ങനെ ചെറിയൊരു തുരങ്കം പോലെ അല്ലെങ്കിൽ ഒരു ടണൽ പോലെ ഇവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഉറുമ്പുകളെയും ചെതലുകളെയും ബാക്കി ഉള്ള ചെറിയ ഇൻസെക്റ്റുകളെയൊക്കെ തിന്നിട്ടാണ് ഈ തവളകൾ ജീവിക്കുന്നത്. ഇനി ഇവയെ കാണപ്പെടുന്നത് കാടുകൾക്കടുത്താണ്. നിത്യഹരിതവനങ്ങൾ, അർദ്ധനിത്യഹരിതവനങ്ങൾ, ഏലത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ, കാടിനടുത്തുള്ള കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഈ തവളയെ കാണാനായിട്ട് പറ്റും. ഏകദേശം ഒരു 50 മീറ്റർ മുതൽ 1500 മീറ്റർ ഉയരമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കാണാറുണ്ട്. ഈ തവളകൾ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടുകളുടെ അടുത്ത് ചെറിയ അരുവികളുണ്ടെങ്കിൽ അതിനടുത്താണ് ഇവരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാരണം മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ അരുവികൾ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇവയെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. കേരളത്തിൽ കൊല്ലത്ത്, പത്തനംതിട്ട, പിന്നെ ഇടുക്കിയിൽ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പാലക്കാടിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേന് സൈലന്റ് വാലി നാഷണൽ പാർക്കിലും പിന്നെ മലപ്പുറത്ത് ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിലമ്പൂരിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ. വയനാട്ടിൽ ഇത് ചൂരൽമലയ്ക്കടുത്തൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ കോളുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് സാധാരണമായിട്ട് ഈ തവളകളെ കാണപ്പെടുന്നത്. എന്നിരുന്നാലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലായിരിക്കും. ഇടുക്കി കട്ടപ്പനയുടെ സ്ഥലങ്ങളിലോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, വാഗമണിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ സാധാരണമായിട്ട് ഈ പ്രീ മൺസൂൺ സമയത്ത് അല്ലെങ്കിൽ മൺസൂണിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഈ വളരെ സാധാരണമായിട്ട് നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ ഒക്കെ പറ്റും. ഇതാണ് ഇവരുടെ പൊതുവെയുള്ള ജീവിതം. ഇനി ഇവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രീഡിംഗ് അല്ലെങ്കിൽ പ്രജനനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് തൊട്ട് മുമ്പേ കിട്ടുന്ന വേനൽ മഴയിലാണ് ഈ പാതാളത്തവളകൾ ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ മഴ നന്നായിട്ട് കിട്ടുന്ന സമയത്ത് മണ്ണിനടിയിൽ നിന്ന് ഈ പാതാളത്തവളകളുടെ ആൺ തവളകൾ നല്ല ഒച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങും. അത് നമുക്ക് ഈ വെളിയിൽ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. ചില സമയത്തൊക്കെ 100 കണക്കിന് തവളകൾ ഒരുമിച്ചൊക്കെ വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും.
ഇങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു തവളകളെ പോലെ തന്നെ ഫിമെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തവളകൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്. അത് ഞാൻ മറ്റു പല വീഡിയോകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചില സമയത്തൊക്കെ മറ്റു തവളകളിലൊക്കെ വോക്കൽസൊക്കെ നല്ല വലുപ്പത്തിൽ ഇങ്ങനെ വീർപ്പിച്ചിരിക്കും. അതുകൊണ്ട് സൗണ്ട് നന്നായിട്ട് വെളിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പാതാളത്തവള എന്താ ചെയ്യുന്നത് വെച്ചാൽ ആൺതവളകൾ വിളിച്ചു തുടങ്ങും. അപ്പോൾ മഴ കൂടുതലായിട്ട് കനക്കുന്ന സമയത്ത് ഇവർ വെളിയിൽ എന്നിട്ട് വീണ്ടും വിളിച്ചു തുടങ്ങും. ആ സമയത്താണ് ഈ ഫിമെയിൽസും വെളിയിൽ വരുന്നത്. ഫിമെയിൽസ് വെളി വരുന്നത് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് വെളി വരുന്നത്. ആ സമയത്ത് ഫിമെയിൽ വെളി വരുന്ന സമയത്ത് മെയിലും വെളി വന്നിട്ട് മേറ്റ് ചെയ്തിട്ട് ഇവർ ഏതെങ്കിലും വെള്ളം ഒഴുകുന്ന സ്ട്രീംസിൽ അരുവിയിൽ പോയിട്ടാണ് മുട്ടയിടുന്നത്. ചില സ്ഥലത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഈ വെള്ളച്ചാട്ടമൊക്കെ കാണും. വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ തൊട്ട് മേളിലൊക്കെ ആയിരിക്കും ചെറിയ ക്രിവേഴ്സ്, ചെറിയ കുഴികളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർ ഈ ഫിമെയിൽ നല്ല വലുപ്പമുള്ള, മെയിലിനേക്കാളും വലുപ്പമുള്ളതാണ് ഫിമെയിലൊക്കെ. ഇവർ മെയിലിനെ പുറത്ത് വെച്ചിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ചാടി അല്ലെങ്കിൽ പിടിച്ച് മണ്ടക്കോട്ട് കയറിയിട്ട് അവിടെ ആ കുഴിക്കകത്തിട്ട് പോയിട്ട് മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് മുട്ടകൾ അവിടെ ഇടും ആ കുഴിക്കകത്ത്. അത് കഴിഞ്ഞ് ഈ ഫിമെയിലും മെയിലും മണ്ണിനടിയിലോട്ട് അപ്രത്യക്ഷമാകും. അത് കഴിഞ്ഞ് അടുത്ത വർഷം മാത്രമാണ് ഇതേ സമയത്താണ് ഈ തവളകൾ വെളിയിൽ വരുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, വർഷത്തിൽ ഒരു ദിവസം മാത്രം ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു വരുന്ന തവളകളാണ് ഈ പാതാള തവളകൾ. അതുപോലെ തന്നെ കേരളത്തിൽ വേനൽ മഴ പല സ്ഥലത്തും പല സമയത്താണ് നമുക്ക് കിട്ടാറുള്ളത്. ചില സമയത്ത് മെയ് മാസം പകുതിയോടുകൂടിയായിട്ട് ആയിരിക്കും ഇടുക്കിയിൽ കിട്ടുന്നത്. ആ മഴ ചിലപ്പോഴത്തേക്കിന് നെല്ലിയാമ്പതിയിലൊക്കെ വരുമ്പോഴത്തേക്കിന് മെയ് മാസം അവസാനമായിരിക്കും. അപ്പോൾ ആ മഴ ഹെവി എപ്പോഴാണ് മഴ കിട്ടുന്നത് അതിനനുസരിച്ചാണ് ഇവർ ബ്രീഡ് ചെയ്യുന്നത്. അപ്പം പല സ്ഥലത്തും പല ദിവസങ്ങളിലായിരിക്കും ഈ തവളകളൊക്കെ ബ്രീഡ് ചെയ്ത് തുടങ്ങുന്നത്. ഈ തവളകൾ അരുവികളിലുള്ള ചെറിയ പൊത്തുകളിലും അല്ലെങ്കിൽ പാറയിടുക്കുകളിലും വെള്ളച്ചാട്ടത്തിനടുത്തുള്ള പാറയിടുക്കുകളിലൊക്കെയാണ് മുട്ടയിടുന്നത്. ഇപ്പോൾ ഒരു മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് ഈ മുട്ട വിരിഞ്ഞിട്ട് വാൽമാക്രികളായി മാറും. ഈ വാൽമാക്രികൾ കൊണ്ടൊരു പ്രത്യേകത, ഇവർക്ക് ഈ ഒഴുകുന്ന വെള്ളത്തിലുള്ള ഈ പാറയിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് പറ്റും. അപ്പം ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പാറകളിലൊക്കെ അള്ളിപ്പിടിച്ചിരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. ആ പാറയിലുള്ള പായലൊക്കെ തിന്നിട്ടാണ് ഈ വാൽമാക്രികൾ ജീവിക്കുന്നത്. ഏകദേശം ഒരു 100 മുതൽ 120 ദിവസം വരെ ഈ വാൽമാക്രികളൊക്കെ ഈ പാറയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരുന്നിട്ടാണ് ഈ പായലുകളൊക്കെ തിന്നിട്ടാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ചെറിയ തവളയായി കഴിയുമ്പോഴത്തേക്കിന് ഇവർ പിന്നെ തിരിച്ച് മണ്ണിനടിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ തവളയെ കണ്ടുപിടിച്ചതിനെ പറ്റി പറയാം. ഈ തവളകൾ കാണുന്ന സ്ഥലത്തൊക്കെ നാട്ടുകാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു തവളയാണ്. അവിടെയുള്ള ആൾക്കാരൊക്കെ ഇതിനെ പിടിക്കുകയും ഇത് വെളിയിലിറങ്ങുന്ന സമയത്ത് അതിനെ പിടിച്ച് ഭക്ഷിക്കുകയും അതിൻ്റെ വാൽമാക്രികളൊക്കെ പിടിച്ച് ഇവർ ഭക്ഷണമാക്കുകയൊക്കെ ചെയ്യാറുള്ള തവളയാണ്. വളരെ സാധാരണമായിട്ടുള്ള തവളയാണ് ഇതവിടെ. പക്ഷേ ഇതിൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് എടുത്തത് 1998 ഏകദേശം 28 വർഷം മുമ്പ് PS ശിവപ്രസാദ് എന്ന് പറഞ്ഞൊരു സാറാണ് ഇതിൻ്റെ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തത്. അപ്പോൾ അതറിഞ്ഞിട്ട് ഞാൻ സാറിനെ കഴിഞ്ഞ ദിവസം വിളിച്ച് സംസാരിച്ചു. ആ സാർ എനിക്ക് അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു. ആ ഫോട്ടോ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, അത് കാണാം നിങ്ങൾ. 28 വർഷം മുമ്പ് എടുത്ത ഫോട്ടോ. ശിവപ്രസാദ് സാർ അന്നത്തെ കാലത്തൊക്കെ കുറേയേറെ പക്ഷികളുടെയൊക്കെ കോൾ റെക്കോർഡ് ചെയ്യുകയും തവളകളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സാറാണ്. ആ സാറാണ് ഇതിനെ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തത്. സാർ ഫോട്ടോ എടുത്തിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴത്തേക്കിന് നമുക്ക് സെൻട്രൽ ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു ഫ്രോഗ് ഉണ്ട്, അല്ലെങ്കിൽ സാധാരണ നല്ല വരണ്ട സ്ഥലത്ത് കാണുന്ന ഒരു തവളയുണ്ട്. ഇന്ത്യൻ ബറോയിങ് ഫ്രോഗ് എന്ന് പറയും. ഉപ്പർഡോൺ ഗ്ലോബലോസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പം അന്നേരം അവർ കരുതിയത് ഈ തവള, ഈ പർപ്പിൾ ഫ്രോഗ് എന്ന് പറഞ്ഞ തവള ഒരു പക്ഷേ ഈ യൂപ്പർഡോൺ ഗ്ലോബലോസ ആണെന്നാണ് അന്ന് കരുതിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ തിരുവല്ലയിലുള്ള മർത്തോമ കോളേജിലുള്ള കുറേ സാറുമാരൊക്കെ ഇതിനെ അവർക്ക് ചാലക്കുടിയിൽ നിന്നൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരും കരുതിയിരുന്നത് ഇത് ഇന്ത്യൻ ബറോയിങ് ഫ്രോഗ് തന്നെ ആയിരിക്കും എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് 2003 ഡോക്ടർ SD ബിജുവും വേറൊരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഫ്രാങ്കി ബോസ്യൂട്ട് എന്ന് പറഞ്ഞ 2 പേര് ചേർന്നിട്ടാണ് ഇതിനെ ഫോർമലി അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവരിട്ട പേര് നാസിക്ക പെട്രാക്കസ് സഹിയാദ്രിയൻസ് എന്ന് ഇവർ അന്ന് പേരിട്ട്. പക്ഷേ അന്നത്തെ ഒരു ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായത് ഇത് തവളകളുടെ പുതിയൊരു ഫാമിലിയാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത കാലത്തൊന്നും ഒരു തവളകളുടെ പുതിയൊരു ഫാമിലി ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആർക്കും. അപ്പം 2003 കുറേ വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു ഫാമിലി തവളകളെ ഒരു കണ്ടെത്തിയിട്ട്. അപ്പോൾ ഈ തവളകളെ കണ്ടെത്തിയ സമയത്ത് ഇവർ ജനറ്റിക് കുറേ സ്റ്റഡിയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി ഈ തവളകളുടെ ക്ലോസസ് ആയിട്ടുള്ള റിലേറ്റീവ് ആക്ച്വലി ആഫ്രിക്കയുടെ അടുത്ത് കിടക്കുന്ന സീഷെൽസ് എന്ന് പറഞ്ഞൊരു രാജ്യത്താണ് ഇതിൻ്റെ ക്ലോസസ് റിലേറ്റീവ് ഉള്ളത്. അവിടെ സീഷെൽസിൽ സൂഗ്ലോസിഡെ എന്ന് പറഞ്ഞൊരു ഫാമിലിയിൽപ്പെട്ട ഒരു 4 തവളകളുണ്ട്. 2 ജനസിൽപ്പെട്ട 4 തവളകൾ. വളരെ ചെറുതാണ്, കണ്ടാൽ നമ്മുടെ ഈ പർപ്പിൾ ഫ്രോഗിനെ പോലൊന്നും അല്ല ഇരിക്കുന്നത്. വളരെ ചെറുതായിട്ടുള്ളൊരു തവള. അത് മരത്തേലൊക്കെ കയറാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ വാഴയുടെ മണ്ടയ്ക്കും തെങ്ങിൻ്റെ മണ്ടയ്ക്കും ഒക്കെ കയറാൻ പറ്റുന്ന വളരെ ചെറിയൊരു തവളയെ കണ്ടാൽ യാതൊരു ബന്ധമില്ല. പക്ഷേ ആ ഫാമിലിയുമായിട്ടാണ് ഈ നാസിക്ക പെട്രാക്കിഡെ എന്ന് പറഞ്ഞ ഫാമിലി അടുത്ത് കിടക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് വളരെ ലോകം മുഴുവൻ, ശാസ്ത്രലോകം മൊത്തം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഈ പർപ്പിൾ ഫ്രോഗിൻ്റെ ഡിസ്കവറി. കാരണം പുതിയൊരു ഫാമിലി തവള, പുതിയൊരു ജനുസ്, പുതിയൊരു സ്പീഷീസ്, ഈ തവളയുടെ അടുത്ത ബന്ധുക്കളുള്ള അങ്ങ് ആഫ്രിക്കയിലാണെന്നുള്ള കണ്ടെത്തൽ വളരെ ലോകം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു അത്. അതുകൂടാതെ ഇതിൻ്റെ ബ്രീഡിങ് പഠിച്ചത് ഡോക്ടർ അനിൽ സക്കറി, എൻ്റെ ഗുരുവായിട്ടുള്ള ഡോക്ടർ അനിൽ സക്കറിയും ടീമുമാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഇതിൻ്റെ ബ്രീഡിങ് പഠിച്ചത്. ഈ തവള 2003 ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം അനിൽ സക്കറി സാർ ഇത്
ഇതിൻ്റെ ബ്രീഡിങ് കാണാനായിട്ട് കുറേ പ്രാവശ്യം യാത്ര ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞു മേലുകാവിനടുത്തുള്ള ഉളുപ്പുണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ തവളകളെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പം ഏകദേശം 2005 മുതൽ 2010 വരെ ഒരു 5 വർഷം സാറ് എല്ലാ വർഷവും ഈ മഴ തുടങ്ങുന്ന സമയത്ത് സാറ് വണ്ടി എടുത്തോ അല്ലെ ബസ് പിടിച്ചോ മേലുകാവിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും, ഇതിനെ കാണാൻ പറ്റുമോ എന്നുള്ള രീതി. അപ്പോൾ ഒരു ദിവസം അവരൊരു വീട്ടിൽ അവരെ ലോക്കലായിട്ടുള്ള ഒരാളുടെ വീടിനകത്ത് ഇരുന്നപ്പോഴത്തേക്കിന് നല്ല മഴയൊക്കെയാണ്, മഴയത്ത് നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. ഇവർ വീടിനകത്ത് ഇരുന്നപ്പോഴത്തേക്കിന് അവിടെയുള്ള ആ ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ അകത്തിരിക്കും, ഞാൻ വെളിയിൽ നിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് കുറേ തവളകളെ പിടിച്ചിട്ട് ഈ പർപ്പിൾ ഫ്രോഗ് ഈ നാസിക പെട്രാക്സിനെ പിടിച്ചിട്ട് ഒരു വെള്ളം കുടിക്കുന്ന ഒരു ജാറിനകത്ത് 5-6 എണ്ണത്തിന് ഇട്ടുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് സാറിനെ ആദ്യം കാണിച്ചു തന്നു. അപ്പോഴാണ് സാറിന് ഒരു കാര്യം മനസ്സിലായത്, ഈ ജാറിനകത്തുനിന്ന് തവളകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറുകുറു എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സാറിന് മനസ്സിലായത് സാറ് നേരത്തെ കേട്ടിട്ടുള്ള ഒരു തവള തന്നെയാണ് ഈ നാസിക പെട്രാക്കസ്. കാരണം പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും ഈ ഈറ്റക്കാടുകളുടെ അടുത്തും പല കാടിനടുത്തും ഒക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ഈ തവളകളുടെ സൗണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ സാർ ഓർത്തത് ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ലീപ്പിംഗ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു ഫ്രോഗ് ഉണ്ട്, ഇന്ദ്രാണ ജനുസിൽപ്പെട്ട തവളകൾ, ആ തവളയാണെന്നാണ് സാറ് കരുതിയിരുന്നത്. അപ്പം സാർ ഈ ജാറിനകത്ത് നിന്ന് ഈ സൗണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ വേറൊരു സുഹൃത്തായിട്ടുള്ള സാറുണ്ട്, ഡോക്ടർ ജാഫർ പാലോട്ട് സാറിനെ ഫോണിൽ വിളിച്ചിട്ട് കേൾപ്പിച്ചു കൊടുത്തു, സാറേ ഇതാണ് ഈ നാസിക പെട്രാക്സ് അല്ലെ പർപ്പിൾ ഫ്രോഗിൻ്റെ സൗണ്ട് ഇതാണെന്ന്. അന്നേരമാണ് സാറിന് അത് മനസ്സിലായത്. സാറ് ആ കോളൊക്കെ റെക്കോർഡ് ചെയ്തു. അത് റെക്കോർഡ് ചെയ്തപ്പോഴാണ് പിന്നീട് മനസ്സിലായി ഈ തവളകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും വളരെ സാധാരണമായിട്ട് നമുക്ക് കാണപ്പെടുന്ന ഒരു തവളയെന്ന് സാറിന് മനസ്സിലായി. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം സാറിൻ്റെയൊക്കെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ജോബിൻ മാത്യു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് നമ്മുടെ. ആ ജോബിൻ മാത്യു ആണ് തൃശ്ശൂരിലുള്ള പട്ടത്തിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ നാസിക പെട്രാക്കസ് ഒക്കെ ബ്രീഡ് ചെയ്യുന്ന സ്ഥലം അദ്ദേഹം കണ്ടെത്തി. അതിനുശേഷം നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള സന്ദീപ് ദാസ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, അദ്ദേഹം പോയിട്ടാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുക, ഇതിൻ്റെ ബ്രീഡിങ് കാണുക, ഇതിൻ്റെ മുട്ടയിടുന്നു മൊത്തം അവൻ അത് ഫോട്ടോ എടുത്തിട്ട് പ്രോപ്പറായിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്തു. അതിനുശേഷം സാറിൻ്റെയൊക്കെ കൂട്ടത്തിൽ തന്നെ ടീമിലുണ്ടായിരുന്ന റോബിൻ കുര്യൻ എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ് മെയിനായിട്ട് ഇതിൻ്റെ പേപ്പറുകളൊക്കെ എഴുതിയിട്ട് ഇവർ 2012 ഈ നാസിക പെട്രാക്സ് അല്ലെങ്കിൽ പർപ്പിൾ ഫ്രോഗിൻ്റെ ബ്രീഡിങ് ഇവർ പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കിന് ഇവർ അതിൻ്റെ ടാഡ്പോൾ സ്റ്റേജ് എത്ര ദിവസം എടുത്തിട്ടാണ് ടാഡ്പോളിൽ നിന്ന് അല്ലെങ്കിൽ വാൽമാക്രിയിൽ നിന്ന് അഡൽട്ട് ഫ്രോഗ് ആകുന്നത്, എവിടെ ബ്രീഡ് ചെയ്യുന്നു, ഇതിൻ്റെ ഹാബിറ്റാറ്റും ഇതിൻ്റെ കോളിംഗ് റെക്കോർഡും ഒക്കെ പ്രോപ്പറായിട്ട് അവർ വിശദീകരിച്ചു. ഈ പേപ്പർ വിശദീകരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് വേറൊരു കാര്യം മനസ്സിലായത്, 1919 ഇതിൻ്റെ വാൽമാക്രി ഓൾറെഡി അനന്തേൽ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് അന്നത്തെ കാലത്ത് ഏകദേശം 100 വർഷം മുമ്പ് തന്നെ ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ട് ഓൾറെഡി പേപ്പറിൽ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അറിയപ്പെടാത്ത ഏതോ ഒരു തവളയുടെ വാൽമാക്രിയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നീട് ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ആക്ച്വലി ഈ പാതാള തവളയുടെ വാൽമാക്രിയാണെന്ന് തന്നെ അവർക്ക് മനസ്സിലായി. അപ്പോൾ അന്നത്തെ കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ആംഫിബിയൻസ് തവള ഗവേഷണത്തിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് പേപ്പറുകളൊന്നായിരുന്നു ഈ പർപ്പിൾ ഫ്രോഗിൻ്റെ ബ്രീഡിംഗ് ബയോളജിയെക്കുറിച്ചുള്ള ഈ പേപ്പർ. എനിക്കും ഈ തവളയെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ തവളയെ കണ്ടത് ഇടുക്കി വെച്ചിട്ടാണ്. ഇടുക്കിയിലുള്ള കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 15 വർഷം മുമ്പ് പോയിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇടുക്കി തന്നെയുള്ള കുളമാവിനടുത്ത് എനിക്ക് 100 കണക്കിന് തവളകളെ അവരുടെ സൗണ്ട് കേൾക്കാൻ പറ്റി. അതുപോലെ 1-2 തവളകളെന്ന് കാണാനും പറ്റി. 100 കണക്കിന് തവളകൾ മണ്ണിനടിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്നതിന് 2 സൈഡിലും തവളകൾ 100 കണക്കിന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 തവളകളെ വെച്ച് അവിടെ കാണാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. 2017 നാസിക പെട്രാക്കസ് ജനുസിലുള്ള മറ്റൊരു തവളയും കൂടെ ശാസ്ത്രലോകം കണ്ടെത്തി. കുറേ സയൻറ്റിസ്റ്റുകൾ കൂടി തമിഴ്നാട്ടിലുള്ള ശ്രീവല്ലിപുത്തൂർ ഗ്രിസിൽ ജയന്റ് സ്ക്വിറൽ സാങ്ച്വറി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ തവളയെ അവർ കണ്ടുപിടിച്ചത്. നമ്മുടെ പെരിയാറിൽ നിന്ന് അല്ലെങ്കിൽ തേക്കടിയിൽ നിന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്തെത്തും. അപ്പം ഇവരിതിനെ കണ്ടുപിടിച്ചിട്ട് ഇതിന് പേരിട്ടിരിക്കുന്നത് നാസിക പെട്രാക്കസ് ഭൂപതി എന്ന് പറഞ്ഞ പേരാണ് ഇവരിട്ടിരിക്കുന്നത്. ഈ നാസിക പെട്രാക്കസ് ഭൂപതിയിലെ ഈ ഭൂപതി എന്ന് പറയുന്നത് ഒരു ഹെർപ്പറ്റോളജിസ്റ്റാണ്. ഹെർപ്പറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളെയും തവളയും കുറിച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാരെ ഹെർപ്പറ്റോളജിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം സാക്കോണിൽ ജോലി ചെയ്യുന്ന സമയത്ത് 2014 അഗസ്ത്യാർകൂടം, നമ്മുടെ അഗസ്ത്യമല അഗസ്ത്യാർകൂടത്ത് കയറുന്ന സമയത്ത് അവിടെ പാറയുടെ മണ്ടയ്ക്ക് നിന്ന് കാല് തെന്നി താഴെ വീണ് അദ്ദേഹം മരണമടയുണ്ടായി. അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സയൻറ്റിസ്റ്റുകൾ ഈ നാസിക പെട്രാക്കസ് ഭൂപതി എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ നാസിക പെട്രാക്കസ് ഭൂപതി എന്ന് പറഞ്ഞ തവള സാധാരണ കാണപ്പെടുന്ന വരണ്ട പ്രദേശങ്ങളിലാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെയുള്ള വരണ്ട സ്ഥലങ്ങളിൽ നമ്മുടെ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന അങ്ങേ സൈഡിൽ ചേർന്ന് കിടക്കുന്ന വരണ്ട കാടുകളിലാണ് ഇതിനെ കാണപ്പെടുന്നത്. ഏകദേശം ഒരു 200 മീറ്റർ ഉയരം വരെയുള്ള കാടുകളിലാണ് സാധാരണ ഇതിനെ കാണപ്പെടുന്നത്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ബ്രീഡ് ചെയ്യുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്.
നമുക്കറിയാലോ, നമുക്ക് ഇന്ത്യയിൽ 2 മൺസൂൺ ഉണ്ട്. സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമുക്ക് കിട്ടുന്നത് ജൂൺ മാസം മുതലാണ്. ആ മൺസൂൺ പോയി ഹിമാലയം തട്ടിയിട്ട് അവിടുന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കിനാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉണ്ടാകുന്നത്. അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ആ സമയത്താണ് തമിഴ്നാട്ടിലൊക്കെ കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത്. ആ മഴയത്താണ് ഈ നാസിക പെട്രാക്കസ് ഭൂപതി എന്ന് പറഞ്ഞ തവള ബ്രീഡ് ചെയ്യണത്. നമ്മുടെ നാട്ടിൽ കാണുന്ന നാസിക പെട്രാക്കസ് സഹ്യാദ്രിയൻസിസും പിന്നെ തമിഴ്നാട്ടിൽ കാണുന്ന ഈ നാസിക പെട്രാക്കസ് ഭൂപതിയും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനിതകപരമായിട്ടുള്ള വ്യത്യാസം, ഇതിൻ്റെ സൗണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, ടാഡ്പോൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ പുതിയ സ്പീഷീസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈ പർപ്പിൾ ഫ്രോഗ് ഒക്കെ നേരിടുന്ന മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഈ മഴയ്ക്ക് മുമ്പ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിന് തൊട്ട് മുമ്പുള്ള മഴയ്ക്കാണ് ഇവർ ബ്രീഡ് ചെയ്യുന്നത്, വേനൽ മഴയ്ക്കാണ് ഇവർ ബ്രീഡ് ചെയ്യുന്നത്. ഇപ്പം കുറേ തവളകൾ ഒരുമിച്ച് വെളി വന്നിട്ട് വലിയ മഴ പെയ്യുന്ന സമയത്ത് ഇവർ ആ അരുവിയിൽ കൊണ്ട് ഇവർ മുട്ടയൊക്കെ ഇടും. മുട്ടയിട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് 5-6 ദിവസം കഴിഞ്ഞ് അവിടെ മഴ പിന്നീട് പെയ്തില്ലെങ്കിൽ ആ അരുവി മൊത്തം ഡ്രൈ ആയിപ്പോട്ട് ആ മുട്ടകൾ മുഴുവൻ അത് ഇല്ലാതെയാകും. അതുപോലെ തന്നെ അതിൻ്റെ ടാഡ്പോളും വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാഡ്പോളുകളും ഇല്ലാതെയാകും. വേറെ പ്രശ്നം, ഈ മഴ ഇപ്പം വന്നു, മഴ പെയ്ത് ഇവർ വന്ന് മുട്ടയിട്ട് ആ അരുവിയിൽ മുട്ടയിട്ട് അത് കഴിഞ്ഞ് വലിയ മഴ, കൂടിയ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ മുട്ടയും അതിൻ്റെ ടാഡ്പോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴുകി താഴോട്ട് പോയി അതും നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഈ മഴയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കൂടുതൽ മഴ പെയ്താലും പ്രശ്നമാണ്, മഴ കുറച്ച് പെയ്താലും പ്രശ്നമാണ്. അപ്പോൾ കൃത്യമായിട്ട് മഴ പെയ്തില്ലെങ്കിൽ ഇവർക്ക് വളരെ പ്രശ്നം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ ഇടയ്ക്ക് എഴുതി വരാറുള്ള ഒരു കാര്യം, പർപ്പിൾ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ലിവിങ് ഫോസിലാണ്. ഇത് ദിനോസറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നൊരു തവളയാന്നൊക്കെ പറഞ്ഞ് പലയിടത്തും കാണാറും പലപ്പോഴും കേൾക്കാറും ഒക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ശരിയല്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പർപ്പിൾ ഫ്രോഗിൻ്റെ പൂർവികരാണ് ഈ ദിനോസറിൻ്റെ കാലത്തൊക്കെ ജീവിച്ചിരുന്നത്. ഇന്ത്യയും ആഫ്രിക്കയൊക്കെ ഒന്നായിരുന്ന സമയത്ത്, ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്ന സമയത്താണ് ഇവരുടെ പൂർവികരുണ്ടായിരുന്നത്. ആ പൂർവികരിൽ നിന്നാണ് 2ആയിട്ട് തിരിഞ്ഞിട്ട് കുറച്ച് കസിൻസൊക്കെ നേരെ സീഷെൽസിലോട്ടും പോയി, അടുത്തത് നമ്മുടെ ഇന്ത്യയിലോട്ടും പോയി. അപ്പം ഇന്ത്യയിലുള്ള ഈ തവളകൾ, ഈ നാസിക പെട്രാക്കസ് നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് തവളകളെ പോലെ പിന്നീട് ഉത്ഭവിച്ച് വന്നിട്ടുള്ള തവളകളാണ് ഈ പർപ്പിൾ ഫ്രോഗുകളൊക്കെ. ഇതിനൊരു എക്സാമ്പിൾ പറയാനായിട്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ആൽമരങ്ങളുണ്ട്. ആൽമരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴക്കമുള്ള ആൽമരങ്ങളുണ്ട്. ചില സ്ഥലത്തൊക്കെ ബുദ്ധൻ നട്ടിട്ടുള്ള ആൽമരങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2000 വർഷം അല്ലെങ്കിൽ 3000 വർഷം പഴക്കമുള്ള ആൽമരങ്ങളൊക്കെ ഉണ്ട്. ഈ ആൽമരത്തിൻ്റെ മെയിനായിട്ടുള്ള ഈ തായ്തടി ഓൾറെഡി പോയി. അത് കഴിഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള ചെറിയ തായ് വേരുകളൊക്കെ ഉണ്ട്. ഈ വേരുകളൊക്കെ പിന്നീട് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വേര് കണ്ടിട്ട് നമ്മൾ ഈ വേര് 1000 വർഷം അല്ലെ 2000 വർഷം പഴക്കമുള്ളതെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ പൂർവികരാണ്, അല്ലെ പഴയ ആ തടിയാണ് പഴക്കമുള്ളത്. ഈ വേരുകൾ പുതുതായിട്ട് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ലീനിയേജ് ആയിട്ടുള്ള പഴയ പൂർവികരാണ് പഴക്കമുള്ളത്. ഈ പാതാളത്തവള അത്ര പഴക്കമുള്ള തവളയല്ല, അതൊരു പുതിയ തവള തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പാതാളത്തവളയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ഈ തവള എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.